ട്രൈബൽ മിഷൻ പത്തനംതിട്ട യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹാർദവമായി സ്വാഗതം. ഇന്ന് വനത്തിനുള്ളിൽ ഉള്ള ഒരു ഗുഹ കാണുന്നതിന് വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. ഒരു കാലഘട്ടത്തിൽ ആദിവാസികളും മറ്റുള്ളവരൊക്കെ ഗുഹകളിൽ താമസിച്ചിരുന്നതായി നമുക്കറിയാം. അങ്ങനെ കാട്ടാത്തിപ്പാറയുടെ, അതായത് കൊക്കാത്തോട്ടിലുള്ള പ്രസിദ്ധമായ കാട്ടാത്തിപ്പാറയുടെ അടിവാരത്തിൽ അത്തരം ഒരു ഗുഹയുണ്ടെന്ന് കേട്ടു. അത് കാണുന്നതിന് വേണ്ടി നമ്മൾ പോവുകയാണ്. കാട്ടാത്തിപ്പാറയിലെ ആദിവാസി കോളനി സ്ഥിതി ചെയ്യുന്നിടത്തു നിന്നും ഏകദേശം ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ യാത്ര ചെയ്താൽ കാട്ടാത്തിപ്പാറയുടെ അടിവാരത്തിലെത്താൻ സാധിക്കും. അവിടെയാണ് ഈ ഗുഹയുള്ളത്. ഒരു കാലഘട്ടത്തിൽ ആദിവാസികളൊക്കെ ഈ ഗുഹകളിൽ താമസിച്ചിരുന്നു എന്ന് അവിടെയുള്ളവരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു. വളരെ ചെങ്കുത്തായി കിടക്കുന്ന ആ പ്രദേശത്തു കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത്. ഞാനും എൻ്റെ സുഹൃത്തും കൂടി കാട്ടാത്തിപ്പാറയുടെ അടിവാരത്തിലുള്ള ചരിഞ്ഞു കിടക്കുന്ന, ചെങ്കുത്തായി കിടക്കുന്ന വളരെ ബുദ്ധിമുട്ടാണ് അവിടേക്ക് യാത്ര ചെയ്ത് ആ ഗുഹയുടെ അടുത്തേക്ക് ചെല്ലുവാൻ. ഒരു പക്ഷേ ആ ഗുഹയുടെ ഭാഗങ്ങളിലൊക്കെ കാട്ടുമൃഗങ്ങൾക്ക് വന്ന് താവളമടിക്കാറുണ്ട്, മറ്റ് പാമ്പുകളൊക്കെ ഉണ്ടെന്ന് ആദിവാസികൾ പറയുകയുണ്ടായി. അപ്പോൾ അവിടെ ചെല്ലുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം അവിടെ ചെല്ലുവാനെന്ന് അവർ നിർദ്ദേശം തന്നിട്ടുണ്ട്. എങ്കിലും ഞങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടിയാണ്, വളരെ ഇല്ലികളുമൊക്കെ മുളയുടെ ചില്ലുകളൊക്കെ ഉണ്ട്, കണ്ണിലൊക്കെ കൊള്ളാതൊക്കെ സൂക്ഷിച്ചാണ് ഞങ്ങൾ അതൊക്കെ വെട്ടി മാറ്റിയാണ് മുന്നോട്ട് നീങ്ങുന്നത്. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു യാത്രയാണ്. എങ്ങനെയാണെങ്കിലും അത് കാണുക എന്നുള്ളത് നമ്മുടെ ഒരു ലക്ഷ്യം തന്നെയാണ്. അങ്ങനെ വനത്തിനുള്ളിലുള്ള വിവിധ കാഴ്ചകൾ നമ്മുടെ സമൂഹത്തെ, നമ്മുടെ ജനത്തെ, മറ്റുള്ള ജനങ്ങളെ കാണിക്കണമെന്നൊരു അതിയായ ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇത്ര കഷ്ടതകൾ അനുഭവിച്ച് വനത്തിനുള്ളിലൂടെ യാത്ര ചെയ്ത് ആ ഗുഹയുടെ അടുത്തേക്ക് പോകുന്നത്. ഇത് കാട്ടാത്തിപ്പാറയുടെ അടിവാരമാണ്. വളരെ ചെങ്കുത്തായി, വളരെ ചരിഞ്ഞു കിടക്കുന്ന, കാല് തെന്നിയാൽ താഴെ കൊക്കയിൽ, അങ്ങനെ കുഴിയിലേക്ക് ഒരു 10-50-100 മീറ്റർ അടിയിൽ പോയി വീഴേണ്ടി വരും. ഗുഹയുടെ അടുത്ത് ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഗുഹയുടെ അടുത്തേക്ക് ഞങ്ങൾ എത്തിക്കൊണ്ട് കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. മുള്ളുകളുണ്ട്, പാമ്പുകളെ സൂക്ഷിക്കണം. മറ്റു മൃഗങ്ങളൊക്കെ ആ കാട്ടാത്തിപ്പാറയുടെ അടിവാരങ്ങളിൽ വന്ന് വിശ്രമിക്കാറുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ചു വേണം നമ്മൾ പോകുവാൻ. കാട്ടാത്തിപ്പാറയുടെ അടിവാരമാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ഗുഹയ്ക്ക് അടുത്തെത്തി. ആ ഗുഹയുടെ അവിടെ കൂടെ ഞങ്ങൾ താഴേട്ട് ഇറങ്ങി ചെല്ലുകയാണ്. വളരെ ബുദ്ധിമുട്ട് വേണം. കാല് തെന്നിയാൽ താഴെ കുഴിയിൽ, കൊക്കയിൽ പോയി വീഴേണ്ടി വരും. എങ്കിൽ ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചാണ് പോകുന്നത്. അങ്ങനെ ഗുഹയുടെ ആ ഭാഗത്തോട് ഞങ്ങളിങ്ങനെ സൈഡിലേക്ക് നടന്ന് നീങ്ങാണ്, ഗുഹയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എല്ലാം പാറക്കഷ്ണങ്ങളാണ്. തെന്നിക്കഴിഞ്ഞാൽ താഴെ കുഴിയിൽ കുഴിയിൽ തെന്നി വീഴേണ്ടി വരും. വനത്തിലെ കാഴ്ചകൾ വളരെ രസകരമാണ്. സന്തോഷകരമായ അനുഭവമാണ് വനത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്നതും കാഴ്ചകൾ കണ്ട് നടക്കുന്നതുമൊക്കെ. ഗുഹയുടെ അടുത്ത് ഞങ്ങളെത്തി. ഒരു വിള്ളലാണ്, പാറയുടെ വിള്ളലാണ്. ആദിവാസികൾക്കൊക്കെ താമസിക്കാൻ ഉപയോഗിക്കുന്ന പണ്ട് കാലങ്ങളിൽ താമസിച്ചിരുന്ന പാറയുടെ വിള്ളലാണ്. ഇതാണ് ആ ഗുഹ. ഒരു കുടുംബത്തിന് കറക്റ്റായിട്ട് ഇവിടെ താമസിക്കാൻ പറ്റും. എല്ലാവരും കൂടി ചേർന്ന്. ഗുഹയുടെ ഉൾഭാഗമാണ്. ഉള്ളിലോട്ട് അള്ളുണ്ട്. അത് കല്ലൊക്കെ വെച്ച് അടച്ചു വെച്ചിരിക്കുകയാണ്. കാരണം മറ്റ് മൃഗങ്ങളും അവിടെ കയറി താവളം അടിക്കാതിരിക്കാൻ വേണ്ടി ആദിവാസികൾ തന്നെ ചെയ്യുന്നതാണ്. കല്ലൊക്കെ വെച്ച് അടച്ച് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാവൂ. അങ്ങനെ നമ്മളിങ്ങനെ കാണുന്നുണ്ടെങ്കിലും ഒരു കുടുംബത്തിന് ഒരു മുറിയുടെ വലിപ്പമുണ്ട്. ഒരു കുടുംബത്തിന് ശരിക്കും അവിടെ താമസിക്കാൻ പറ്റും ഈ ഗുഹയ്ക്കുള്ളിൽ. ഞങ്ങളിനി ആ ഗുഹ നിങ്ങളൊക്കെ കണ്ടല്ലോ. ഞങ്ങളിവിടെ